അങ്ങനെ നമ്മൾ കാത്തിരുന്ന അമ്മമാർക്കുള്ള പെൻഷൻ, അതുപോലെ സ്ത്രീകൾക്കുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ ഇപ്പോൾ 1000 രൂപ വരുന്ന പദ്ധതിയുടെ ഒന്നാം പാർട്ട് നമ്മളൊരു വീഡിയോ ജസ്റ്റ് ഷോർട്സായിട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു വീഡിയോയാണ്. അപ്പോൾ എല്ലാവരും കാണുക, കണ്ടിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആളുകൾ നമ്മുടെ സെൻറ്ററിൽ വന്നിട്ട് ഇതെങ്ങനെയാണ് അപേക്ഷ കൊടുക്കുന്നത്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 രൂപ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ബി പി എൽ മുൻഗണനാ കാർഡ്, അതായത് മഞ്ഞ റോസ് കാർഡ് ഉള്ളവർക്കാണ് ഈ പറഞ്ഞ പദ്ധതിയിൽ ചേരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ പദ്ധതിയിൽ നിങ്ങൾ ചേരുവാനായി നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഈ കാർഡാണെങ്കിൽ ഈ കാർഡിലെ അമ്മമാർ അവരുടെ പേരിലായിരിക്കും ഈ റേഷൻ കാർഡ് ഉള്ളത്. അതുപോലെ സ്ത്രീകളുടെ പേരിലായിരിക്കും റേഷൻ കാർഡ് ഉള്ളതെന്ന് നമുക്കറിയാം. അപ്പോൾ അവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവരുടെ പ്രായം തെളിയിക്കുന്നതിനുള്ള ഡോക്യുമെൻ്റ് വേണം ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ആധാർ കാർഡ്. അപ്പോൾ ഈ ആധാർ കാർഡ് നിങ്ങൾ പ്രത്യേകം ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആധാർ നമ്മളിതിന് അപേക്ഷ കൊടുക്കുന്നതിന് മുന്നായിട്ട് ആധാർ കൊണ്ടുപോയിട്ട് അതിലെ പേര്, ജനനത്തീയതി, മറ്റ് മേൽവിലാസം തുടങ്ങിയവയെല്ലാം കൃത്യമാണോ എന്ന് ഉറപ്പുവരുത്തുക. അല്ലെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ അത് കൃത്യമാക്കിയതിന് ശേഷം മാത്രം ഇത് അപേക്ഷ സമർപ്പിക്കാൻ ശ്രമിക്കുക. ഇതിൻ്റെ അപേക്ഷ നിങ്ങൾ കൊടുക്കേണ്ടത് നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിലും മറ്റുമുള്ള സെക്രട്ടറികൾക്കാണ് ഇതിൻ്റെ അപേക്ഷ കൊടുക്കേണ്ടത്. അപ്പോൾ അപേക്ഷ കൊടുക്കുവാനായി ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെട്ടതാണെങ്കിൽ റേഷൻ കാർഡിൻ്റെ പകർപ്പ് വേണം. അതോടൊപ്പം തന്നെ ആധാർ കാർഡ് വേണം. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾ സ്വന്തമായിട്ടൊരു അഫിഡവിറ്റ് എഴുതണം. അതായത് അഫിഡവിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ആളാണെന്നും എനിക്ക് ഈ പറഞ്ഞ പോലെ മറ്റുള്ള പെൻഷൻ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുന്നില്ല, അതോടൊപ്പം തന്നെ എൻ്റെ വരുമാനം ഇത്ര രൂപയിൽ താഴെയാണ്, എനിക്ക് 35-നും 60-നും ഇടയ്ക്കാണ് പ്രായം വരുന്നത് എന്നുള്ള നമ്മൾ സ്വയം ഒരു സാക്ഷ്യപത്രം കൂടെ വെച്ചിട്ട് വേണം ഇത് സെക്രട്ടറിക്ക് കൊടുക്കുവാനായിട്ട്. അതോടൊപ്പം തന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പോലെ തന്നെയാണ് ഇത് പ്രവർത്തിക്കുന്നതെങ്കിലും 60 വയസ്സ് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ പദ്ധതി സ്റ്റോപ്പാകും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റുള്ള പെൻഷൻ്റെ കൂട്ട് തന്നെ ഇപ്പോൾ ആൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അനന്തരാവകാശികൾക്ക് ഇത് ലഭിക്കുകയില്ല. അതും ഇതിനകത്ത് ഒരു പ്രധാന പോയിൻ്റാണ്. അതോടൊപ്പം തന്നെ മറ്റ് പെൻഷനുകൾ, PF, പിന്നെ വാർദ്ധക്യ പെൻഷൻ, അതുപോലെ നമ്മുടെ വേറെ നമുക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഏതെങ്കിലും ലഭിക്കുന്നത്, അതുപോലെ സർക്കാർ ജോലിയുള്ള ആൾക്കാർ, അതുപോലെ സർക്കാർ ജോലിയാണെങ്കിലും കോൺട്രാക്റ്റിലുള്ള ആൾക്കാർ, ഇവർക്കൊന്നും ഇത് അപേക്ഷിക്കാൻ സാധിക്കുകയില്ല. ഇവരൊക്കെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ അപേക്ഷ റിജക്റ്റ് ആയി പോകും. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പായി ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ റേഷൻ കാർഡ് ഇപ്പം മുൻഗണനാ വിഭാഗത്തിലല്ലെങ്കിൽ, ഇപ്പോൾ അതിന് നിങ്ങൾ എലിജിബിലിറ്റി ഉണ്ട് എങ്കിൽ ഈ നവംബർ 17 മുതൽ ഡിസംബർ 16 വരെ നിങ്ങൾക്കത് BPL റേഷൻ കാർഡിലേക്ക് മാറ്റുവാനുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ BPL റേഷൻ കാർഡിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണെന്നും അതിൻ്റെ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് നമ്മുടെ ചാനലിൽ തന്നെ ഒരു റേഷൻ കാർഡിൻ്റെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കയറി നോക്കാം. അത് നോക്കിയിട്ട് അതിനുള്ള ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് BPL കാർഡിലേക്ക് മാറാൻ അർഹതയുള്ള ആളുകളാണെങ്കിൽ അതിലേക്ക് മാറാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നേരെ തിരിച്ചും, ഇപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ടുള്ള ആളല്ല ഈ മുൻഗണന റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് നമ്മൾ ഈ പറഞ്ഞതുപോലെ മുൻഗണനാ വിഭാഗത്തിലേക്ക് കാർഡ് മാറുമ്പോഴും ഈ ആനുകൂല്യം ഓട്ടോമാറ്റിക്കായിട്ട് നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഈ വിവരം നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളിലും എത്തിക്കുക. അതുപോലെ ഇപ്പോൾ ഒരുപാട് ആളുകൾ നമ്മുടെ സെൻറ്ററിൽ വന്ന് ചോദിക്കുന്നുണ്ട്, ഈ 35 വയസ്സ് കഴിഞ്ഞ എല്ലാ ആളുകൾക്കും ഈ മെസ്സേജ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ മെസ്സേജ് വരാൻ കാര്യമാണ് ഞാനിപ്പോൾ ഈ വിശദീകരിച്ച കാര്യം എന്ന് പറഞ്ഞാൽ, അവർക്ക് ഇപ്പോൾ ഈ ആനുകൂല്യം BPLലാണ് അവർ ഉള്ളതെങ്കിലും അല്ല, ഇപ്പം നമ്മൾ മുൻഗണനാ വിഭാഗത്തിലുള്ള ആളുകൾ ഇപ്പം BPLലേക്ക് മാറ്റുന്ന ആളുകൾ ആയിക്കൊള്ളട്ടെ. അപ്പോൾ അങ്ങനെ മാറുന്ന വേളയിൽ അവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അതാണ് എല്ലാവരും ഇൻഫോർമേറ്റീവായിട്ടൊരു മെസ്സേജ് പോയിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ ആദ്യ ഘട്ടത്തിൽ. അതോടൊപ്പം തന്നെ ഇനി നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിൽ ഇത് വിശദമായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഇത് കൊടുത്തു തുടങ്ങുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക്
ഈ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. സെക്രട്ടറിമാർക്ക് അപേക്ഷ കൊടുക്കാവുന്നതാണ്. അപ്പോൾ അവരത് സ്വീകരിച്ച് അത് വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ പൈസ വരുന്നതായിരിക്കും. അതോടൊപ്പം ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് നമ്മുടെ മറ്റുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ചെയ്യുന്നത് പോലെ തന്നെ ഈ പറഞ്ഞ പോലെ സേവന പോർട്ടലുമായിട്ട് ലിങ്ക് ചെയ്തതായതിനാൽ വർഷം ഇതിനും മസ്റ്ററിംഗ് സംവിധാനവും മറ്റും വരുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം അപേക്ഷ കൊടുക്കുമ്പോൾ. അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം ST ചാനൽ. ബൈ ആൻഡ് ടേക്ക് കെയർ.